എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. ശുദ്ധമുള്ള ഭാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതമായ പുത്ര, ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ഞങ്ങളുടെ കർത്താവേ, സുരേഷ് അത് പിന്നെ മാമ്പള്ളിയിലെ ബേബിച്ചിന്റെ മോളെ പറ്റി വല്ല വിവരം ഉണ്ടാ? അയ്യോ എനിക്കറിയില്ല. സണ്ണിച്ചേട്ടന് വല്ല വിവരം ഉണ്ടോ? എനിക്ക് എവിടുന്ന് വിവരം കിട്ടാൻ? ഞാൻ പോവാ. അതെ, നിന്റെ വീടിന്റെ ഭാഗം ഇപ്പൊ എന്തായി? അതിന് ചേട്ടൻ പോകുമ്പോ വന്നു കിട്ടണ്ടേ? ഇനി ചേട്ടൻ നാട്ടിൽ വന്നാ ഇയാള് വെല്ലടിച്ച് വെറുതെ മനുഷ്യൻ. ഇനി നിങ്ങൾ പോയിരുന്ന് പഠിക്ക ചെല്ലേ. ഇതല്ല പിന്നെ ഈ പപ്പയ്ക്ക് ഒരു ഓർമ്മയില്ല. ആനിമൽസിന്റെ ബുക്ക് വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടേ ദിവസം 2 നാളെ ആവട്ടെ മോനെ, 2 ആനിമൽസിന്റെ ബുക്ക് പപ്പ മേടിച്ചോണ്ട് വരും. മമ്മി എന്തേ? മമ്മി ചൂടില്ല. ദാണ്ട ഇത്ര നേരം ഇവിടെ ഒരുങ്ങിയിരിക്കുവായിരുന്നു. ഇപ്പൊ ഡ്രസ് മാറിയിട്ടതേ ഉള്ളൂ. മോ പോയി പഠിച്ചോട്ടാ. വിദ്യാലയം തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. പപ്പയുടെ മോള് നല്ല മിടുക്കിയായിട്ട് പഠിക്കുകയാണല്ലോ. നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇത് ഞാൻ 100 തവണ ഇട്ടിട്ടുള്ളതാ. ഫിറ്റ് ആയാലേ അങ്ങനെയേ തോന്നും. മോളുടെ മമ്മിയെ ഭയങ്കര ദേഷ്യത്തിലാന്നു. അങ്ങോട്ട് ചെല്ല്, ഇന്നിവിടെ വല്ലോ നടക്കും. നീ പടി. തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. ഞാൻ എന്നാ ചെയ്യാനാടി? സെൻട്രൽ ഗവൺമെന്റിന്റെ റെയിൽവേയുടെ ഒക്കെ കാര്യമല്ലയോ? സ്വപ്പ ലൈറ്റ് ആയിപ്പോയി. അതിന് നീ ഇങ്ങനെ മുഖം ഒന്നും വീർപ്പിക്കണ്ടെന്ന്. എങ്ങനെയാ മുഖം വീർപ്പിക്കാതിരിക്കുന്നത്? പണ്ട് എന്റെ വീട്ടിലെ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാ. നിങ്ങളുടെ അമ്മ പ്രസവിച്ച പോലെ തന്നെയാ എന്റെ അമ്മയും പ്രസവിച്ചത്. എന്റെ എടി 4 ദിവസം പനിച്ചെടുത്തോണ്ട് നിന്റെ അമ്മച്ചി ചാകാനൊന്നും പോണില്ല. മൂക്കറ്റി കുടിച്ചു വന്ന എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. ആര് നിന്റെ അമ്മച്ചിക്ക് പറഞ്ഞു? പിന്നെ ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വന്നത്? കുടിച്ചു വന്നിട്ട് വേണ്ടതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. ആണുങ്ങളായ കള്ള് കുടിച്ചു തിരിക്കി കള്ള് ഷാപ്പിൽ കൊണ്ട് കൊടുത്തെന്നിരിക്കും. നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ എന്റെ. നിങ്ങളുടെ എല്ലാം ഇവിടെ അടുക്കി വെച്ചിരിക്കല്ലേ. കൊച്ചുങ്ങൾക്ക് ഫീസ് കൊടുത്തിട്ടില്ല, കറണ്ട് ചാർജ് കൊടുത്തിട്ടില്ല, 2 മാസമായിട്ട് വീട്ടുവാടകയും കൊടുത്തിട്ടില്ല. അടുക്കളയിലാണെങ്കിൽ 1 മണി സാധനം പോലും ഇല്ല. കണ്ട കള്ള് ഷാപ്പിൽ കൊണ്ടേ കൊടുത്തു വന്നിട്ട് നിന്ന് വർത്താനം പറയുന്നോ? എടി കള്ള് ഷാപ്പിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും, ഞാൻ കുടിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ആണായ കുടിക്കും. അയ്യോ ആണിനെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. എന്തോന്ന് പതുക്കെ പറയാ? പിള്ളേരോ? നിങ്ങൾക്ക് പിള്ളേരെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? നിങ്ങളുടെ ആണത്ത് ഞാൻ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എന്തൊരു ശല്യമായത്! അയൽക്കാർക്ക് പോലും കടന്നു കൊടുക്കണ്ടല്ലോ.
എന്നാലും ആ പെണ്ണിന്റെ ഒരു അവസ്ഥയെ എത്ര നാളെ അവൾ ഈ സഹിക്കുന്നത്. ആ പിള്ളേരുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാ. എന്നും കുടിയും വഴക്കം തന്നെ. ആ നമുക്കിതൊക്കെ പറയാനല്ലേ പറ്റൂ. ആനിയേ, ആനിയേ, എടി ആനി, ഈ പിള്ളാരെയും കാണുന്നില്ലല്ലേ. ആനിയേ, ഓ ആനി, ഇതെവിടെ പോയി കിടക്കേ ഇവള്? ആ പ്രിയപ്പെട്ട സണ്ണിച്ചന്, ഞാൻ പോകുന്നു. സണ്ണിച്ചനോടുള്ള വിരോധം കൊണ്ടല്ല, സണ്ണിച്ചനിലെ മദ്യപാനിയോടുള്ള വിരോധം കൊണ്ടാ. മദ്യപിച്ചാലും ഇത്രയും കാലം സണ്ണിച്ചന് എന്റെയും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ അതും ഇല്ലാതായി തുടങ്ങി. എന്റെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയും സണ്ണിച്ചന്റെ ജീവിതത്തിലെ മാറ്റത്തിനു വേണ്ടിയാണ്. മദ്യപിക്കാത്ത ഒരു സണ്ണിച്ചന് വേണ്ടി ഞാനും മക്കളും എന്നും കാത്തിരിക്കും. എന്ന് ആനി. ജീവന്റെ ശാരിക കിളിപാടി സാന്ത്വന ഹൃദയം ശ്രുതിമീട്ടി. കരളിന്റെ നൊമ്പരക്കൂട്ടിൽ നിന്നായിരം മിഴിനീർ തുമ്പികൾ പറന്നിറങ്ങി. ജീവന്റെ ശാരിക കിളിപാടി സാന്ത്വന ഹൃദയം ശ്രുതിമീട്ടി. കളിമൺകുടിലിൽ കൊട്ടാരത്തിൽ കരിന്തിരി കത്തുന്ന മനസ്സുകളെ, കഥയറിയാതെ ചുവടുവച്ചാടിയ കരിമഷിക്കോലങ്ങളെ, തിരിച്ചുവരൂ നിങ്ങൾ, തിരിച്ചുവരൂ കാതിൽ പകരാം സ്നേഹാർദ്രഗാനം. അച്ചാമ്മ വിഷമിക്കാതെ. അച്ഛൻ അറിയാലോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട അവനെ വളർത്തിയതെന്ന്. എന്നിട്ട് ഇപ്പൊ അവൻ എന്നെ വേണ്ടാതായി. ഈ വയസ്സാം കാലത്ത് മക്കൾക്ക് വേണ്ടാതായ ഞാൻ എന്നാ ചെയ്യൂ വെച്ചോ? അച്ചാമ്മക്കറിയാതെ ഞാൻ അവനെ ഒന്ന് ഉപദേശിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് പോകും. ദൈവം ശരി അച്ചോ. ആ എൽസയോ വാ വന്നാട്ടെ. പുറപ്പെടുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കുർബാന കഴിഞ്ഞേ ഞാൻ ഫോൺ ഓൺ ചെയ്യാറുള്ളൂ. ആ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇറങ്ങിയപ്പോ തന്നെ നേരെ ഇതിലുള്ളൊരു ബസ് കിട്ടി. ആ ഭക്ഷണവും താമസവും ഒക്കെ ഗവൺമെന്റിൽ ശരിയാക്കിയിട്ടുണ്ട്. ആ വരൂ നമുക്ക് സെന്ററിലേക്ക് പോകാം. ആ
ഈ പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ എക്സാം ഉണ്ടാകും? അറിയില്ല. എന്താ അച്ഛാ? അല്ല, ഒരു മാസം കൂടി എൽസയുടെ സേവനം ഇവിടെ കിട്ടുമോന്നറിയാനാ. ആ, എന്തായാലും ഈ പ്രോജക്റ്റ് കഴിയട്ടെ അല്ലേ? ഓരോരുത്തന്മാർ ഒരു രസത്തിനങ്ങ് കുടിച്ചു തുടങ്ങും. പിന്നെ കുടിച്ചങ്ങ് നിയന്ത്രണം വിടും. ആ, ചിലർക്കൊക്കെ നിർത്തണമെന്നുണ്ട്. പക്ഷേ അവര് വിചാരിച്ചാ സാധിക്കണ്ടേ? അപ്പോ ഇവിടെ വന്നിട്ടും കുടി നിർത്താൻ പറ്റാത്തവരുണ്ടോ അച്ഛാ? മദ്യപാനം ശരിക്കും ഒരു രോഗമാണ്. ചികിത്സിച്ച 2 ആഴ്ച കൊണ്ട് ഭേദമാകും. പക്ഷേ 2 ആഴ്ച വരെ ചിലര് നിന്ന് കിട്ടണ്ടേ? ഇതിനു മുമ്പും MSW പഠിച്ചൊരു കുട്ടിയോട് വന്നിരുന്നു. അവളുടെ പ്രോജക്ട് റിപ്പോർട്ടിന്റെ കോപ്പിയാ. തനിക്ക് പ്രയോജനപ്പെടുവോന്ന് നോക്ക്. സിസ്റ്ററെ, ഇതാണ് ഞാൻ പറഞ്ഞ എലിസബത്ത്, MSW ഫൈനൽ ഇയർ. എൽസ നമ്മളോടൊപ്പം കുറച്ചു ദിവസം ഇവിടെ കാണും. ആ, മഠത്തിൽ മുറിയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്നാ ചെന്നോളൂ. താങ്ക് യു ഫാദർ. ഹലോ. 2 മണി വരെ ഞാനിവിടെ ഉണ്ട്. കൊണ്ടുവന്നോളൂ. ഓക്കെ. എന്തായാലും ഇവിടെ വന്നേ പിന്നെ കുറച്ച് മനസ്സമാധാനം. ഞാനിത് വീട്ടിൽ പോവാ. മുമ്പ് കുറെ കുടിച്ചു കുറെ പൈസ പോയി. രവി, ഞാൻ പോവുക. ഇത് കഴിക്ക. അത് തന്നെയാണ്. പിന്നെ സിസ്റ്ററെ, ഞാനിത് വീട്ടിൽ പോവാ. താങ്ക് യു. ദീന സിസ്റ്ററെ, അല്ല, ഇതാരാ പുതിയ ആള്? മടത്തി ചേരാൻ വന്ന കുട്ടിയാ? ഏയ് അല്ല, ഇത്തവണ ഈ ലഡുവിന്റെ പൈസ കളയോ? എല്ലാ മാസവും കുടിയും നിർത്തി വീട്ടിൽ പോവും. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കുടി തുടങ്ങുമ്പോ വീട്ടുകാരെ പിന്നെയും ഇവിടെ കൊണ്ടാവും. ഇല്ല സിസ്റ്ററെ, ഇനി ഞാൻ കുടിക്കില്ല. വീട്ടിൽ പെൺകുട്ടികൾ വളർന്നു വരുന്നു എന്നുള്ള തോന്നല് ശരിക്കും എനിക്ക് ഇപ്പോഴാ ഉണ്ടായത്. ഇനി നന്നാകരുന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യുന്നു? സണ്ണിന്ന പേര്. വന്ന ദിവസം മുതൽ അയാൾക്ക് എന്തോ മെന്റൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. അധികം ആരോടൊന്നും സംസാരിക്കാറില്ല. അയാളുടെ കുടുംബം, ഭാര്യയും മക്കളൊക്കെ പിണങ്ങിപ്പോയിന്നാ കൊണ്ടുവന്നവര് പറഞ്ഞത്. എൽസ പേടിക്കണ്ട, ഇവർക്ക് കുടിക്കാൻ പറ്റാത്തപ്പോ ഉണ്ടാവുന്ന ഒരുതരം അസ്വസ്ഥതയാ. ഇങ്ങോട്ട് വാ. എന്റെ പൊന്ന് സണ്ണിച്ച, ഇങ്ങോട്ടൊന്ന് വാ. ശരിക്കും ഇതൊരൊറ്റപ്പെട്ട തുരുത്താണ്. സമൂഹത്തിലെ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന കുറെ ആൾക്കാരിവിടെയുണ്ട്. ഇവരിൽ ചെറുപ്പക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, വാർദ്ധക്യത്തിലെത്തിയവരുമുണ്ട്. എല്ലാവർക്കും മദ്യം തകർത്ത കുറെ കഥകൾ പറയാനുമുണ്ട്. ഇന്നിവിടെ സണ്ണിച്ചൻ എന്നൊരാളിനെ കണ്ടു. ജീവിതത്തിന്റെ താളം തെറ്റിയതുപോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. മനസ്സിനെ മുറിപ്പെടുത്തുന്ന എന്തൊക്കെയോ അയാളുടെ ഉള്ളിലുണ്ടെന്ന് മുഖത്ത് നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വായിച്ചെടുക്കാം. ഭാര്യയും മക്കളൊക്കെ പിണങ്ങിപ്പോയെന്നാണ് ദീന സിസ്റ്റർ പറഞ്ഞത്. ഒരുപക്ഷെ അതുകൊണ്ടുള്ള ഒറ്റപ്പെടലാകാം അയാളുടെ മാനസിക സംഘർഷങ്ങൾക്ക് കാരണം. ഏതായാലും ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രതീക്ഷയും ഇവിടെയുള്ളവർക്കുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവമെന്ന് പറയുന്നു. Look, I will explain you in detail. മദ്യപാനം പ്രധാനമായും 4 അവയവങ്ങൾക്ക് കേടുവരുത്തുന്നു: ഹൃദയം, തലച്ചോറ്, വൃക്ക, കരൾ. പ്രധാനമായും 4 സ്റ്റേജുകളാണ് മദ്യപാനാസക്തിക്കുള്ളത്.
അതിലാദ്യമായി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അഥവാ സൂചനാഘട്ടം. ഇവിടെ മദ്യം രുചിച്ചു തുടങ്ങുന്നു. രണ്ടാമതായി ബ്ലാക്ക് ഔട്ട് സ്റ്റേജ് അഥവാ ബോധനഷ്ടതലം. ഇവിടെ ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ അളവ് കൂടുന്നു. മൂന്നാമതായി ക്രൂഷ്യൽ സ്റ്റേജ്, തളർച്ച, ജോലിയോടുള്ള വിരക്തി. സാധാരണയായി കുടുംബ ബന്ധങ്ങളിൽ തകർച്ച ആരംഭിക്കുന്നത് ഈ സ്റ്റേജിലാണ്. അവസാനമായി ക്രോണിക് സ്റ്റേജ്. ഇവിടെ ഒരാൾ പൂർണ്ണമായി മദ്യത്തിന് അടിപ്പെടുന്നു. ശരീരവും മനസ്സും ഒരുപോലെ ക്ഷയിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ തുടരാം. ഡോക്ടർ, ഡോക്ടർ, ഞാൻ എലിസബത്ത് അല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നു. ഏതാ സബ്ജക്ട്? മെഡിക്കൽ ആൻഡ് സൈക്യാട്രി. പ്രോജക്ടിന്റെ വിഷയം മെന്റൽ ഡിസോർഡേഴ്സ് ഇൻ ഡ്രഗ് അഡിക്ട്സ്. ഈ മദ്യാസക്തി വർദ്ധിക്കുമ്പോൾ ഇവരുടെ ഉപബോധ മനസ്സിലെ ചില സംഭവങ്ങൾ അവർ അലട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ മെന്റൽ ഡിസോർഡേഴ്സ്. എനിവേ, എലിസബത്തിന് ഇവിടെ നിന്ന് നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും. താങ്ക് യു ഡോക്ടർ. എന്തു പറ്റി? എന്താ സണ്ണി, എന്തു പറ്റി? എന്താ പറ്റിയേ? എല്ലാരും പോയി കിടന്നേ, ചെല്ല്. എന്തു പറ്റി സണ്ണി? കിടക്ക്, പേടിക്കണ്ട, കിടന്നോളൂ, കിടന്നോളൂ. പ്രാർത്ഥിച്ചിട്ട് കിടക്ക. കിടന്നോളൂ. എന്താ സിസ്റ്ററെ? എന്തോ സ്വപ്നം കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അയാളുടെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒന്ന് അയാളുടെ ഉള്ളിലുണ്ട്. ഇറ്റ് ക്യാൻ ബി സം സപ്രസ്ഡ് ഫീലിംഗ്സ്. ആഘാതങ്ങളാവാം, നിരാശയാവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. ഹി നീഡ്സ് എ കഥാസിസ്, ഐ മീൻ an outpouring. സണ്ണിയുടെ മനസ്സ് വായിച്ചെങ്കിലേ അതെന്താണെന്ന് മനസ്സിലാവൂ. എൽസ, വൈ ഡോണ്ട് യു മേക്ക് ദിസ് ആസ് യുവർ കേസ് സ്റ്റഡി? ഒന്ന് ശ്രമിച്ചൂടെ? ലെറ്റ് മീ ട്രൈ ഫാദർ. എൽസ, അയാൾ പൊതുവേ ഒരു അന്തർമുഖനാണ്. യു ഹാവ് ടു യൂസ് യുവർ ഇന്റലിജൻസ്. വന്നപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട തുരുത്താണെന്ന് തോന്നിയെങ്കിലും ഇപ്പോൾ ഇതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. എത്രയോ പേർ ഇവിടെ വന്നതിന് ശേഷം മദ്യപാനം നിർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ലഹരിയോടുള്ള ഇവരുടെ ആസക്തി ഒഴിച്ചാൽ എത്ര നിഷ്കളങ്കരായ മനുഷ്യരാണ് ഇവിടെയുള്ളവർ. അച്ഛൻ ഇന്ന് എന്നോട് പറഞ്ഞു, സണ്ണിച്ചന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ പലപ്പോഴും സണ്ണിച്ചനോട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ അയാളൊന്നും മിണ്ടാറില്ല. എന്തായാലും സണ്ണിച്ചനെയും കൊണ്ടൊരു യാത്ര പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിലും അയാൾ എന്നോട് മനസ്സ് തുറക്കുമല്ലോ. ഒരുപക്ഷെ അയാൾക്ക് എന്നോട് എല്ലാം തുറന്നു പറയാൻ സാധിച്ചാൽ അയാളുടെ മനസ്സൊന്ന് ശാന്തമായേക്കാം. ഞാൻ എന്തിനാ സണ്ണിച്ചനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നറിയോ? അറിയാൻ, സണ്ണിച്ചനെ കുറിച്ച് എല്ലാം അറിയാൻ. സണ്ണിച്ചനെ പറ്റി, സണ്ണിച്ചന്റെ കുടുംബത്തെ പറ്റി, മക്കളെ പറ്റി, അങ്ങനെ എല്ലാം എല്ലാം എനിക്കറിയണം. ദിസ് ഇസ് ബാഡ്. ഇങ്ങനെ മിണ്ടാതിരുന്നാ പറ്റിയല്ല. എന്തായാലും സണ്ണിച്ചനിൽ നിന്ന് എല്ലാം അറിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. സോ സണ്ണിച്ചൻ ഇപ്പൊ ഈ നിമിഷം എന്നോട് സംസാരിക്കാൻ പോകുന്നു. കമോൺ. ഒന്നും പറയാനില്ല. ഒന്നിനെ കുറിച്ചു
അങ്ങനെ പറയാൻ എനിക്കിപ്പോ കുടുംബമില്ല, കുട്ടികളില്ല, ജീവിക്കാൻ ജോലിയില്ല. ആ കൂടെ ആശ്വാസം നൽകിയിരുന്ന മദ്യത്തിന് പോലും ഇപ്പോ മനസ്സിലെ തോന്നലുകളെ നിലനിർത്താൻ കഴിയുന്നില്ല. പോട്ടെ, എല്ലാം പോട്ടെ. സ്വന്തം കുടുംബം എന്നെ ഒറ്റപ്പെടുത്തി. അതിനപ്പുറമാണോ മറ്റെന്തും? ചില സന്ദർഭങ്ങളിൽ നമ്മൾ തികച്ചും ഒറ്റയ്ക്കാണെന്ന് തോന്നലുണ്ടാവും. അപ്പോഴാണ് നാം ദൈവത്തിലേക്ക് അടുക്കാനും അറിയുവാനും ശ്രമിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പ്രായമായവർ ഒരുപക്ഷെ ദൈവചിന്തയുമായി കഴിയുന്നത്. ഇങ്ങനെ ഒരു തോന്നൽ പലർക്കും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിരിക്കും തോന്നുന്നത്. ഇപ്പൊ സണ്ണിച്ചനത് തോന്നി. സണ്ണിച്ചൻ അറിയോ, കുറച്ചു വർഷം മുമ്പ് ഞാനും ഈ അവസ്ഥയിലായിരുന്നു. സണ്ണിച്ചൻ ഈ ഒറ്റപ്പെടൽ സ്വയം വരുത്തി വെച്ചതാണ്. പക്ഷെ എന്റെ അവസ്ഥയോ, അന്നേ വരെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ പപ്പയും അനിയനും അമ്മയും ഒരു നിമിഷം കൊണ്ട് അന്ന് ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞത്. എൽസയ്ക്ക് താഴെ ഒരു ഫോണുണ്ട്. വേഗം ചെല്ലടി, നിന്റെ പപ്പയോ മമ്മിയോ ആയിരിക്കും. ഹലോ, അവിടെ തീർന്നുവല്ലോ. ആ പാളങ്ങൾ അനാഥമായത് എന്റെ ജീവിതമായിരുന്നു, എന്റെ സ്വപ്നങ്ങളായിരുന്നു, എന്റെ എല്ലാം എല്ലാമായിരുന്നു. അച്ഛോ. ആ, സണ്ണിയോ? എന്താ സണ്ണി പ്രത്യേകിച്ച്? അച്ഛോ, അത് ഞാൻ താനിരിക്കേ. സണ്ണി ഇന്നലെ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അച്ഛോ, ഉറങ്ങിയില്ല അച്ഛോ. അമ്മാതിരെ നെഞ്ചിലെ വിങ്ങല്. എന്താ? അതിനു മാത്രം എന്താ ഉണ്ടായത്? അച്ഛനറിയോ, ഏത് പരിസ്ഥിതിയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചോ അവിടേക്ക് തന്നെ ഞാൻ വന്നെത്തി. ആ നശിച്ച ദിവസത്തിന്റെ ഓർമ്മയിൽ നിന്ന് അകലാൻ മദ്യം പോലെ ഞാൻ മരുന്നാക്കി മാറ്റി. എന്നിട്ടും അലഞ്ഞൊടുവിൽ ഞാൻ അവിടേക്ക് തന്നെ ഞാൻ വന്നെത്തി. അച്ഛനറിയോ, ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ, അതിനുവേണ്ടി മാത്രമാ ഞാൻ ഈ കയറ്റി വന്ന് പെട്ടത്. എന്നിട്ടും എന്താ തന്റെ പ്രശ്നം? താൻ ഇതുവരെ തന്നെ അലട്ടുന്ന പ്രശ്നം പറഞ്ഞില്ലല്ലോ. അന്ന് രാവിലെ തന്നെ ഞാൻ മദ്യപിച്ചിരുന്നു. വൈകിട്ടായപ്പോഴേക്കും എന്റെ ബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു.
ഓ എല്ലാം കൊണ്ടും ശപിക്കപ്പെട്ടൊരു രാത്രിയായിരുന്നു അച്ചോ അത്. കുമാരനെല്ലൂർ. ആ 720. ശരി. ഞാൻ താഴാണ് അച്ചോ. എൽസാനാഥേത് അച്ഛൻ ഞാൻ അച്ഛനറിയോ, ദൈവം പോലും പൊറുക്കാത്ത തെറ്റാണ് അച്ചോ ഞാൻ ചെയ്തത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. മരിച്ചുപോയ നിന്റെ പപ്പയും മമ്മിയും തിരിച്ചു കൊണ്ടുവരാൻ ഇനി നമ്മെ കൊണ്ടാവില്ല. പക്ഷേ സണ്ണിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും. നിനക്ക് മാത്രമേ അത് സാധിക്കൂ. സണ്ണിയുടെ വിടവ് കൊണ്ട് ഏറ്റവും അധികം ദുരന്തമുണ്ടായിരിക്കുന്നത് നിനക്കാണ്. ആ നിനക്ക് തന്നെ എല്ലാം മറക്കുവാനും പൊറുക്കുവാനും സാധിക്കണം. എങ്കിലേ അയാൾക്ക് ആശ്വാസമാവൂ.
കാര്യത്തിൽ അയാൾക്ക് തീരാത്ത കുറ്റബോധമുണ്ട്. അയാളുടെ പഴയ മനുഷ്യനെ അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വയം തിരുത്തണമെന്നും സണ്ണിക്ക് ആഗ്രഹമുണ്ട്. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എൽസ തന്നെ നേരിട്ട് പറയണം. എങ്കിലേ അയാൾക്ക് സമാധാനമാവൂ. സണ്ണിച്ച, ഞാനിവിടുന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് സണ്ണിച്ചനെ ഒന്ന് കാണണമെന്നും കണ്ട് യാത്ര പറയണമെന്നും തോന്നി. ഒന്നോർത്താൽ എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കാരണം സണ്ണിച്ചനല്ലല്ലോ, സണ്ണിച്ചനിലുണ്ടായിരുന്ന മദ്യപാനിയല്ലേ? മോളെ, അല്ല, അങ്ങനെ എനിക്ക് വിളിക്കാലോ അല്ലേ? മോക്ക് ഞാൻ വാക്ക് തരുന്നു, ഇനി ഞാൻ മദ്യപിക്കില്ല. നിന്നെ മാത്രമല്ല, എന്നെ ഈ ലോകത്തിൽ ഏകനാക്കിയത് മദ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇല്ല, ഇനി മദ്യപാനിയെ സണ്ണിച്ചനുണ്ടാവില്ല, ഉണ്ടാവില്ല. ആര് പറഞ്ഞു സണ്ണിച്ചൻ ഏകനാണെന്ന്? മദ്യപാനിയല്ലാത്ത സണ്ണിച്ചന്റെ വിളിക്ക് കാതോർത്ത് ഒരു കുടുംബം ഇപ്പോഴും ഉണ്ട്. അവരുടെ അടുത്തേക്ക് പോണം, അവർക്ക് വേണ്ടി ജീവിക്കണം. സണ്ണിച്ചന്റെ ഈ മാറ്റമാണ് എനിക്ക് വേണ്ടത്. എന്റെ വരവിന് ഒരർത്ഥം ഉണ്ടായി. എന്റെ പ്രാർത്ഥനയിലെന്നും സണ്ണിച്ചനുണ്ടാവും. ആര് പറഞ്ഞു സണ്ണിച്ചൻ ഏകനാണെന്ന്? മദ്യപാനിയല്ലാത്ത സണ്ണിച്ചന്റെ വിളിക്ക് കാതോർത്ത് ഒരു കുടുംബം ഇപ്പോഴും ഉണ്ട്. അവരുടെ അടുത്തേക്ക് പോണം, അവർക്ക് വേണ്ടി ജീവിക്കണം. മദ്യാസക്തിയുടെ ദൂഷ്യവശങ്ങൾ ചിത്രീകരിക്കുന്ന സമഗ്രമായൊരു ഹ്രസ്വചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിലെ സണ്ണി എന്ന പ്രധാന കഥാപാത്രം ലഹരി ആസക്തിയുടെ പ്രതീകമാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് വ്യക്തിജീവിതത്തെ ബാധിക്കുന്നത്? ഇന്നത്തെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം. മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. അത് വളരെ വേഗം രക്തത്തിലേക്ക് കലരുകയും അതുവഴി തലച്ചോറിനെയും ശരീരത്തിൻ്റെ എല്ലാ പ്രധാന അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ദേഷ്യം, വിഷാദം, സംശയം എന്നീ മാനസിക പ്രശ്നങ്ങളും ലഹരി ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്നു. ലഹരിയുടെ ഉപയോഗം ഒരു വ്യക്തിയുടെ ആത്മീയ നിലവാരത്തെയും ദോഷകരമായി ബാധിക്കുന്നു. ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ശാരീരിക ബലഹീനതകൾ, പ്രാർത്ഥനയോടുള്ള വൈമുഖ്യം, കർത്തവ്യ നിർവഹണത്തിലെ വീഴ്ച തുടങ്ങിയവയെല്ലാം അയാളുടെ മദ്യാസക്തിയുടെ ഉപോൽപ്പന്നങ്ങളാണ്. മദ്യപാനം ഒരുപാട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ പോലുള്ളവർ കാണുന്നു. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ തന്നെ വരുന്ന കേസുകളിൽ സിംഹഭാഗവും മദ്യം കൊണ്ടുണ്ടായ ദുരന്തങ്ങളാണ്, കുടുംബ തകർച്ചകളാണ്. ഇത് കണ്ട് 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 മനസ്സ് വേദനിച്ച് പറയുകയാണ്. മദ്യം നിങ്ങളെ നശിപ്പിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തോ ഒരു ഫാഷനാണോ, പൗരുഷത്തിൻ്റെ ലക്ഷണമാണോ മദ്യപാനം എന്നൊക്കെ വിചാരിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. മായം ചേർത്ത, വിഷം ചേർത്ത മദ്യമാണ് നിങ്ങളെല്ലാവരും കുടിക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെയോ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മദ്യ മുതലാളിമാരാണ്. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ കുടുംബ ഭദ്രതയെ, നിങ്ങളുടെ മനസ്സമാധാനത്തെ, നിങ്ങളുടെ സന്തോഷത്തെ, ആരോഗ്യത്തെ, പിടിച്ചു നിൽക്കാനുള്ള കരുത്തിനെ, നിങ്ങളുടെ ധനത്തെ, മാനത്തെ എല്ലാം നശിപ്പിക്കുന്നത് മദ്യമാണ്. വാഹനാപകടങ്ങളുടെ പിന്നിലെല്ലാം മദ്യമുണ്ട്. അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ മദ്യമുണ്ട്. അഴിമതിയുടെ പുറകിൽ മുഴുവനും മദ്യമാണ്.
ഇതെല്ലാം അറിഞ്ഞിട്ടും ഒരു സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യമെന്ന ഈ ശാപത്തിന് മുന്നിൽ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയും സമൂഹത്തെയും സമൂഹത്തിൻ്റെ നേതാക്കന്മാരെയുമാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഇന്ന് കണ്ട് വേദനിക്കുന്നത്. ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറയുവാൻ ആർക്കും സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബമാണ് അതുകൊണ്ട് നശിക്കുന്നത്. മദ്യം മറ്റ് പാപങ്ങളിലേക്ക് നയിക്കുന്നു. ലഹരിയോടുള്ള ആസക്തി മൂലം തകരുന്ന കുടുംബങ്ങൾ ഏറെയാണ്. കുടുംബത്തിലെ ഒരു വ്യക്തി ലഹരിക്ക് അടിപ്പെടുമ്പോൾ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു. അതുകൊണ്ട് മദ്യാസക്തി ഒരു കുടുംബരോഗമാണെന്ന് പറയപ്പെടുന്നു. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്തത് മൂലം കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകുന്നു. കുടുംബ ശൈഥില്യം, വിവാഹമോചനം, സ്ത്രീപീഡനം, ബാലപീഡനം, ലൈംഗിക ചൂഷണം, ആത്മഹത്യ എന്നീ ദുഷ്പ്രവണതകൾ വർദ്ധിക്കുവാൻ ഇത് കാരണമാകും. കുടുംബം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇന്ന് അങ്ങനെയുള്ള അർത്ഥം കുടുംബത്തിൽ കാണുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം യുവജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിരിക്കുന്ന മദ്യപാനമാണ്. മദ്യ ദുരന്തം കൂടി വരുന്നു, മദ്യവിൽപ്പന കൂടി വരുന്നു. അങ്ങനെ ഒരു കൂട്ടർ മദ്യം വിറ്റ് കാശ് സമ്പാദിക്കുന്നു, മറ്റൊരു കൂട്ടർ മദ്യം വാങ്ങിച്ച് അവരുടെ കാശ് ചിലവാക്കുന്നു. ഇതിന് ഒരു നിവൃത്തി മാർഗം ഒന്നേ ഞാൻ കാണുന്നുള്ളൂ. ഞാനത് ചെയ്തു വരുന്നുണ്ട്. പള്ളികളിൽ ആണല്ലോ ആളുകൾ കൂടുന്നത്. അവിടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചുരുക്കമായിട്ട് പ്രസ്താവിക്കാറുണ്ട്. പക്ഷേ ഫലമൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരം തിരുമനസ്സലിഞ്ഞ് മനുഷ്യഹൃദയങ്ങളെ വേദപ്പെടുത്തി ഇതിൽ നിന്ന് മാറാനായിട്ട് അനുഗ്രഹിക്കട്ടെ. ചിത്രത്തിലെ സണ്ണി എന്ന കഥാപാത്രത്തിന്റെ കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് കാരണം അയാളുടെ മദ്യപാനമാണ്. കുടുംബത്തിലെ അലോസരങ്ങളും അസ്വസ്ഥതകളും കുടുംബ തകർച്ചയിലേക്കും വഴിപിരിച്ചിലേക്കും നയിക്കുന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ലഹരിയുടെ ഉപയോഗത്തിന്റെ ഇരകളാകേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ്. ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരിൽ 85% മദ്യപരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കുടുംബാന്തരീക്ഷം സംഘർഷപൂരിതമാകുമ്പോൾ കുട്ടികളുടെ മാനസിക നിലയും തകരാറിലാകുന്നു. ലഹരിയുടെ ഉപയോഗം പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിലേക്കും വ്യാപിക്കുന്നു എന്നതും ആശങ്കാജനകമാണ്. ഈ മദ്യപാനം മുഖാന്തരമായി നമ്മുടെ കുടുംബം ശിഥിലമായി പോകുന്നു. അനേക കൊലപാതകങ്ങൾ അത് മുഖാന്തരമായി ഉണ്ടാകുന്നു. സമൂഹം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥാവിശേഷം ഈ മദ്യം ആകുന്ന വിപത്ത് സമൂഹത്തിൽ വരുത്തി തീർക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വിധത്തിലും മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു വിഷം നിറഞ്ഞ പാനീയമായിട്ടാണ് മദ്യത്തെ നമ്മൾ കരുതുന്നത്, കാണേണ്ടത്. ഇത് ചെറുപ്രായത്തിൽ തന്നെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പെൺകുട്ടികളിൽ പോലും മദ്യപാനശീലം ധാരാളമായി ഉണ്ടെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെടാത്ത വിധത്തിൽ മനുഷ്യ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും നന്മയുടെയും അംശങ്ങൾ കുറഞ്ഞു പോകാതിരിക്കുവാൻ ഈ മദ്യപാനം മുഖാന്തരമായിട്ട് ഒരിക്കലും ഇടയാകരുത്. മദ്യപാനത്തിൽ നിന്ന് ഏവരും ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. ലഹരി ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തു കൂടെയാണ്. സമൂഹം അധാർമികതയിലേക്കും തിന്മയിലേക്കും കൂപ്പുകുത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ലഹരി വസ്തുക്കളാണ്. പെരുകിവരുന്ന റോഡ് അപകടങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അനാശാസ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ പിന്നിലെ വില്ലനും അധിക പങ്കും മദ്യമാണ്. ലഹരി ഉപയോഗിക്കുന്നതിലൂടെ യുവജനങ്ങളുടെ കർമ്മശേഷി നഷ്ടപ്പെടുന്നത് മൂലം വലിയ ദേശീയ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന കഴിവുകൾ നഷ്ടപ്പെടുത്തുവാനല്ല, അത് പരിപുഷ്ടമാക്കുവാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. മനുഷ്യൻ്റെ ഈ തരത്തിലുള്ള ആസക്തി വർദ്ധിക്കുന്നത് വഴി കൂടുതൽ മദ്യത്തിൻ്റെ ഉപഭോഗം നടക്കുകയും
ശാരീരികമായ കഴിവുകൾ നഷ്ടപ്പെടുന്നു, മാനസികമായ സന്തുലിതത്വം തകരുന്നു, ആരോഗ്യകരമായ ബന്ധങ്ങൾ മുറിയുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും മദ്യത്തിൻ്റെ ഉപഭോഗവും നിയന്ത്രിക്കുകയും അതുവഴിയായി ഒരു നല്ല സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുകയും ചെയ്യുവാനുള്ള ബാധ്യതയാണ് യഥാർത്ഥത്തിൽ സഭയെ ഇത്തരം ഒരു പദ്ധതി നിർവഹിക്കുവാനായിട്ട് നടപ്പിലാക്കുവാനായിട്ട് പ്രേരണ നൽകിയത്. ലഹരിയുടെ തിക്താനുഭവങ്ങൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് നിരപരാധികളാണ്. മദ്യപാനം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ പൊലിയുന്നത് എത്രയെത്ര നിരപരാധികളുടെ ജീവനാണ്. ഈ ചിത്രത്തിലെ എൽസ എന്ന കഥാപാത്രത്തിന്റെ ജീവിതം തകർത്തതും അവളെ അനാഥയാക്കിയതുമെല്ലാം മദ്യമല്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കളിൽ മദ്യാസക്തി വരുവാൻ കാരണം പഴയ കാലങ്ങളിലെ പോലെ കുടുംബങ്ങളിൽ കൂട്ടായ്മ കുറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയം പഴയതിൽ നിന്നും കുറഞ്ഞു പോയത് ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുറഞ്ഞു പോയ കാരണത്തിൽ പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന ഇല്ലായ്മ വരുത്തി വെക്കുന്ന ഒരു വിനയമാണിത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊന്നുമല്ല എന്നും എല്ലാം അവിടുന്നാണെന്നും ആ ഒരു നിമിഷം, അപേക്ഷകളും യാചനകളും ഒന്നുമില്ലാത്ത നിമിഷം, ശാന്തമായൊരു നിമിഷം, അങ്ങനെ ആ സ്പർശനം കിട്ടിയാൽ ഈ മദ്യവും മാറും, ഈ സ്നേഹക്കുറവും മാറും, ഉത്സാഹമാവും, ഉന്മേഷമാവും, ഉണർവാകും, അറിവാകും. അറിവ് വരാൻ തുടങ്ങിയാൽ തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ആയവരെ സ്നേഹത്തോടെ പരിപാലിക്കാൻ ചാടിച്ചാടി നീ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ എന്താണെന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടി അവരെ ടേക്ക് കെയർ ചെയ്താൽ അവരതിൽ നിന്ന് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകി മാത്രം തിരിച്ചറിയുന്ന ഈ വിപത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തി നേടാം? ലഹരി ആസക്തി ഒരു രോഗമാണെന്ന് തിരിച്ചറിയുക, വേഗത്തിൽ വൈദ്യസഹായം തേടുക, ലഹരിയുടെ ഉപയോഗം ഒരു സ്റ്റാറ്റസ് സിംബൽ ആണെന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുക, ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഓഫർ ചെയ്താൽ സ്നേഹപൂർവ്വം നിരസിക്കുക, ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ പങ്കാളികളാകുക. ഒരു ലഹരിമുക്ത സമൂഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം.